വണ്ടി എടുക്കണം. അല്ലടാ, പശുവിനെ കുളിപ്പിക്കുക. കണ്ടില്ലേ? അല്ലളിയാ, ഇവിടുത്തെ കിണറെങ്ങനെ വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്തല്ലയാ, നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ, അടിക്കാത്തോണ്ടോ തോന്നുന്നു. വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ, നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക. തന്തയ്ക്ക് വിളിക്കരുത്. അതെ, 2000 രൂപ വരാം. ഒരു വെക്കരു ഇല്ലല്ലേ? ഒരു രക്ഷയില്ല. പോലീസ് അല്ല, എക്സൈസ്. മോനെ, നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി വിടറാ. എൻ്റെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശാ. ആ സാർ. ആ, പറയും നോക്ക്. അരിച്ചു പറിക്കാൻ നോക്കണം. കിടിയിലവിടെ അവിടെ ഒന്നും. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നോ? പറ. ഉള്ള സത്യം പറഞ്ഞോ, ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടെ വെച്ചിരിക്കുന്നു? എവിടെ വെച്ചിരിക്കുന്നു? അതിന്റെ മോനെ എവിടാ കുപ്പി? പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്ത് സാറേ. എന്നിട്ട് ഇതവിടെ ഉള്ളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേട്ടോ. അളിയ, നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ടെ കൊണ്ടേടാ താഴ്ത്തിയത്? അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ, ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയ. ഒരു ക്ലൂയിങ് ഇതാ. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയില. കിണറ്റില്ല. ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ, തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ. പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി. ഒരു ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ.
പാപ്പോയ് ആ മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്നെനിക്കൊരു അരക്കിലും പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. ഏയ് പരിപ്പല്ല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്നു. നീ പൊക്കടേക്ക. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക കുമ്പളങ്ങ അവിടെ വെക്കടാ. കളവന്റെ ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്. ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. ആ വെറുതെ അല്ല പെങ്ങൾ വിളിച്ചോടി അല്ലേ? ഒട്ടും കൊത്തില്ലടയ്ക്ക. ഒട്ടും കൊത്തില്ല. ഞാൻ മുണ്ടോ ശരിക്കട്ടെ. എന്താ സുമേഷേ മൊത്ത സീനാണ്. എന്താ നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട്. കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി. ഏതേലും ഇട്ട് കൊടുക്കൂട്ടാ. ഉറപ്പണളിയാ പണിയാട്ടാ. ഇനിയിപ്പോ ഞാൻ നീ സാധനം എവിടെ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട് സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ. നിനക്ക് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം. ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും അവളുടെ കാര്യം അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാനൊന്നുമില്ലടി. തയ്ക്കാനൊന്നും ഇല്ല. എന്താളിയാ ഭയങ്കര ചുമയാണല്ലോ. ആടാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടീന്ന്. ഭയങ്കര വലിയപ്പോ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ലോക്ക്ഡൗൺ മാറാണ്ട് തുറന്ന ഷഡ്യേ ആ നീ വർക്ക്ഷോപ്പ് തുറന്നോ? ഇല്ലളിയാ, ഈ എക്സൈസിന്റെ ജീപ്പ് പണിയാൻ വേണ്ടി തുറന്നതാ. ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അളിയാ, ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പ് കൊണ്ടിടാൻ വന്നിട്ടുണ്ടായി. ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു. എന്നാലും എൻ്റെ അളിയാ, നീ ആ കുപ്പി എവിടെടാ കൊണ്ട് താത്തിയേ? എന്റെ പൊന്നു ഷഡ്ഡി, എൻ്റെ കുപ്പിയൊന്നുമില്ല. നീ കഥ വിടളിയാ. എനിക്കെന്തായാലും വേണ്ട, ഞാൻ അടി ചവിട്ടിയാരെന്ന് എനിക്കറിയാലോ. നാട്ടുകാർ നല്ല സീനാ. ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അവന്മാരെല്ലാം നല്ല കട്ട കലിപ്പിലാ. അളിയാ, നിന്നെ ഇട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളിയാ. നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെന്നെ കൊല്ലും. പിന്നെ നീ എവിടെയാ? ഞാനിവിടെ നാട്ടിലുണ്ടാ. നീ എന്താ പരിപാടി? ഒന്നും പറയണ്ടാവേ. ഒരു 1.5 പെഗ്ഗരാന്ന് പറഞ്ഞിട്ട് ഒരു മേജറുണ്ട്. അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 എന്റെ നടുപൊടിച്ചു. നിനക്ക് 1.5 അല്ല, 1/2 ലിറ്റർ ഞാൻ തരും. 1/2 ലിറ്ററാ? നീ കേറി വാ. നിന്റെ അടുത്താ? അല്ലടാ വാടാ. എടാ ഈ ഫോട്ടോ വെച്ചിരുന്ന് അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ. വാ വാ. ഞാൻ വന്നേട്ടാ. സാബുവനെ, എന്താണ് ഫോണിൽ കളിച്ച് നിൽക്കാതെ ആ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ. പ്ലാവിന്റെ കൊമ്പ നീ പിടിച്ചേ. വീട്ടിലൊരു തന്തയില്ലേ, 2 ആളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതിയേട്ടാ. ബിവറേജ് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നുണ്ട്. 1.5 പെഗ് തന്നിട്ട് ഏതും തൊട്ടുണ്ടാക്കി നിൽക്കണ തേണ്ടി. പുറത്തുമില്ലട്ടാ. എന്റെ പൊന്നെ. ഓ ഇത് മതി. ബാക്കി എൻ്റെ തെണ്ടി എല്ലാം കുടിച്ച് തീർക്കും. വിനു ആ അളിയ നീ പിന്നെ ചെറുതായ സാധനല്ലേ? സാധനമുണ്ട്. ആ പിന്നെ നീ പുറകിലോട്ടുന്നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. എടാ പിന്നെ
ആ പറമ്പിലോട്ടൊന്നും കേട്ടോ. പറമ്പിലെ കൊടുത്തല്ലോ എവിടെയെങ്കിലും നിൽക്കുക, നീ വേഗം വാട്ടാ. ആ കിണറ്റിലൊന്നും പോയി ചാടല്ലട്ടാ. അത് കൂട്ടുകാരനാ. ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെ കൊണ്ട് പോയിട്ട് മതിയായില്ലല്ലേ? സാബുനെ സാധനം കണ്ടാ? ഇങ്ങോട്ട് അമൃതാണ് അമൃത്. റമ്മണല്ലേ? എന്താടാ എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളും എവിടെയായിരുന്നു? എന്നോടല്ലേ 24 ദിവസമായി കണ്ടിട്ട്. അളിയാ നീ കരയാണാ? ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ. അടിക്കളിയാ. ഓച്ചോ വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒന്നൂടെ അടിച്ചേ. പറയാളാ. അടിക്കാം, കൊഴപ്പൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറ് പിടിച്ച പണിയാണല്ലത്. എക്സസൈസുകാരിക്കിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തരും എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ, ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ. അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കേണ്ടത്?